മക്കളെ, ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ് നോക്കുന്നത്. രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തതാണ്. എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിനി ഈ ഭാഗത്തിൽ പറയാനുള്ളത് എ ലിറ്റിൽ സ്പാരോ ഹോപ്പ്ഡ് അപ്പ് ടു ദി മഷ്റൂം. ഒരു കുഞ്ഞു കുരുവി ഹോപ്പ്ഡ് പറഞ്ഞാൽ ഹോപ്പ്ഡ് അപ്പ് ടു പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വരിക എന്നാണ് അർത്ഥം. മഷ്റൂം കൂണിനടുത്തേക്ക് ചാടി വന്നു. ആരാണ് കൂണിനടുത്തേക്ക് ചാടി വന്നത്? ലിറ്റിൽ സ്പാരോ, കുഞ്ഞിക്കുരുവി ചാടി വന്നു. ഐ ആം സോ ടയേർഡ്, ക്യാൻ ഐ സിറ്റ് വിത്ത് യു. ചാടി വന്നിട്ട് എന്താ ചോദിക്കുന്നത്? ഞാൻ ആകെ ക്ഷീണിതനാണല്ലേ, ഞാൻ ടയേർഡാണ്. ക്യാൻ ഐ സിറ്റ് വിത്ത് യു, എനിക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ദി സ്പാരോ ക്രൈഡ് അലൗഡ്. അത് ചോദിച്ചുകൊണ്ട് സ്പാരോ എന്താ ചെയ്യുന്നത്? കുഞ്ഞിക്കുരുവി ക്രൈഡ് അലൗഡ്, ഉച്ചത്തിൽ കരയുകയാണ്. ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ, ദി മൗസ് സെഡ്. മൗസാണ് അതിന് വേണ്ടിയിട്ടുള്ള മറുപടി പറയുന്നത്. മൗസ് എന്താ പറയുന്നത്? ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ, പക്ഷേ ഇവിടെ സ്ഥലമില്ല. നിങ്ങളുടെ കൂടെ എനിക്കും കൂടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വന്നിട്ട് എന്താണ്? ഇവിടെ സ്ഥലമില്ല എന്ന് ആര് പറയുന്നു? മൗസ് പറയുന്നു. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ. അപ്പം എന്താ പറയുന്നത്? പ്ലീസ് അല്പം നീങ്ങാൻ വേണ്ടിയിട്ട് പറയാണ്. ദി സ്പാരോ പ്ലീഡഡ്. സ്പാരോ എന്ത് ചെയ്യുന്നു? അപേക്ഷിക്കുകയാണ് അവരോട്. ഒന്ന് അല്പം നീങ്ങിയിട്ട്, കുറച്ച് നീങ്ങിയിട്ട് എനിക്ക് സ്ഥലം തരാൻ വേണ്ടിയിട്ട് സ്പാരോ അവരോട് അപേക്ഷിക്കുന്നു. They moved over and there was space enough for the sparrow too. അവര് കുറച്ച് നീങ്ങിയില്ലേ, അവർ രണ്ടുപേരും അവിടെ നിന്ന് കുറച്ച് നീങ്ങി. അപ്പോഴെന്താണ്? അവിടെ സ്പാരോയ്ക്ക് കൂടി ആവശ്യമുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കാം. എ റാബിറ്റ് കം റണ്ണിങ് ടു ദി മഷ്റൂം. ഇനി ആരാണ് ഓടി വരുന്നത്? അടുത്തതായിട്ട് മുയലാണ് ഓടി വരുന്നത് അല്ലേ? റാബിറ്റ് ഓടി വരുന്നു. എ റാബിറ്റ് കം റണ്ണിങ് ടു ദി മഷ്റൂം. റാബിറ്റ് മഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. സേവ് മീ പ്ലീസ്, ഹി ക്രൈഡ്. അത് കരഞ്ഞോണ്ടാണ് വരുന്നത് അല്ലേ? കരഞ്ഞോണ്ട് എന്താ പറയുന്നത്? സേവ് മീ പ്ലീസ്, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഓടി വരുന്നത്. ഓ ഹൈഡ് മീ, എ ഫോക്സ് ഈസ് ചേസിങ് മീ. എന്താ പറയുന്നത്? ഓ ഹൈഡ് മീ, എന്നെ ഒളിപ്പിക്കൂ. എ ഫോക്സ് ഈസ് ചേസിങ് മീ, എന്നെ ഒരു ഫോക്സ് എന്ത് ചെയ്യുന്നുണ്ട്? പിന്തുടരുന്നുണ്ട്. എൻ്റെ പിന്നാലെ ഒരു ഫോക്സ് വരുന്നുണ്ട്, കുറുക്കൻ വരുന്നുണ്ട്, എന്നെ ഒളിപ്പിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചുകൊണ്ട് റാബിറ്റ് ഓടി വരികയാണ്. ദ റാബിറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. ആ റാബിറ്റ് പേടിച്ചിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഫിയർ പറഞ്ഞ പേടി കാരണം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുവർ റാബിറ്റ്, പാവം റാബിറ്റ്. സെഡ് ദി ബട്ടർഫ്ലൈ പറയാണ്. ഓ പാവം റാബിറ്റ് എന്ന് പറയാണ് ബട്ടർഫ്ലൈ. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ, സെഡ് ദി ആൻറ്റ്. അപ്പം ആൻറ്റ് എന്താ പറയുന്നത്? നമുക്ക് ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ, നമുക്ക് അല്പം നീങ്ങിയിട്ട്, ആൻഡ് ടേക്ക് ഹിം ഇൻ, എന്താ പറയുന്നത്? അല്പം നീങ്ങിയിട്ട് അതിനു കൂടിയുള്ള സ്ഥലം കൊടുക്കാമെന്ന് പറയുകയാണ് അല്ലേ? അങ്ങനെ എന്താ പറയുക, റാബിറ്റിന് കൂടിയുള്ള സ്ഥലം അവർ കൊടുക്കുന്നു. എ ഫോക്സ് കം റണ്ണിങ് ദർ. അവിടേക്ക് ആരും ഓടി വന്നു? കുറുക്കൻ അവിടേക്ക് ഓടി വരികയാണ്. ഹി റേസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? റേസ്ഡ് ഹിസ് ഷാർപ്പ് ഇയർ, അതിൻ്റെ കൂർത്ത ചെവികൾ പൊക്കി. ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്, ചുറ്റിനും നോക്കാൻ തുടങ്ങി. ദർ ഈസ് എ സ്മെൽ ഓഫ് എ റാബിറ്റ് അറൗണ്ട്. ഇവിടെ ചുറ്റിനും ഒരു റാബിറ്റിൻ്റെ സ്മെല്ലുണ്ട്. ഈസ് ഹി ഹൈഡിങ് ഹിയർ. അവനിവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ? അവനെവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? അവൻ്റെ സ്മെല്ലുണ്ടല്ലോ എന്ന് ആര് പറയുന്നു? കുറുക്കൻ പറയാണ്. യു സില്ലി ഫോക്സ്, ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം, ആസ്ക്ഡ് ദി മൗസ്. അപ്പോൾ മൗസ് ചോദിക്കുകയാണ്, യു സില്ലി ഫോക്സ്, നീ മണ്ടൻ കുറുക്കൻ, നീ എന്തൊരു മണ്ടൻ കുറുക്കനാണെന്ന് പറയാണ്. ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം. ഒരു റാബിറ്റിന് എങ്ങനെയാണ് ഒരു മഷ്റൂമിൻ്റെ, ഒരു കൂണിന് താഴെ ഒളിക്കാൻ കഴിയുക?
ഒരു റാബിറ്റിനെ അങ്ങനെ ഒളിക്കാൻ പറ്റുമോ, ഒരു മുയലിന് കൂണിൻ്റെ അടിയിൽ ഒളിക്കാൻ പറ്റുമോ എന്ന് ആര് ചോദിക്കുകയാണ്? പിന്നെ മൗസാണ് ആസ്ക്ഡ്, ചോദിച്ചു. എലി ചോദിക്കുകയാണ്, ദർ ഈസ് നോ സ്പേസ് ഹിയർ, കാണ്ട് യു സീ, ആസ്ക്ഡ് ദി ആൻഡ്. അപ്പം ആൻഡ് പറഞ്ഞ എറുമ്പ് എന്താ ചോദിക്കുന്നത്? ഇവിടെ സ്പേസ് ഇല്ല. ക്യാൻ യു സീ, നീ കാണുന്നില്ലേ? ഒരു ചെറിയൊരു കൂണാണ്, അതിൻ്റെ അടിയിൽ എങ്ങനെ മുയലിനിരിക്കാൻ സ്ഥലം ഉണ്ടാവാനാണല്ലേ? അപ്പം ഇവിടെ അല്ലെങ്കിലേ സ്പേസ് ഇല്ല, നീ അതൊന്നും കാണുന്നില്ലേ എന്ന് ആര് ചോദിക്കുകയാണ്? ഉറുമ്പ് ചോദിക്കുന്നു. ദി ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്. ഫോക്സ് എന്ത് ചെയ്തു? കുറുക്കൻ എന്താ ചെയ്തത്? അതിൻ്റെ അതിൻ്റെ മൂക്ക് ഉയർത്തി. ഫ്ലിക്കഡ് ഹിസ് ടെയിൽ, അതിൻ്റെ വാലാട്ടി. ആൻഡ് റൺ ഓഫ്, അവിടെ നിന്നും ഓടിപ്പോയി. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവരും ക്ലാസ് നന്നായിട്ട് കാണുക, കണ്ടിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഹിന്ദി വിന്നറിൽ 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. ഹിന്ദിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ക്ലാസ് തന്നെയാണ്. പിന്നെ മറ്റു വിഷയങ്ങൾ എടുക്കുന്നുണ്ട്. എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.